ഹായ്. അതെ, ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ലെറ്റ് മീ ടെൽ യു അബൌട്ട് ദിസ് ബുക്ക്. കാണാലോ, മൈ സൈലൻ്റ്ലി മദർ. കേട്ടോ, ഇത് ഗീതാഞ്ജലി ശ്രീ എഴുതിയ ബുക്കാണ്, ഹിന്ദിയിൽ എഴുതിയതാണ്. എന്തിനാ ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ, അമ്മ എല്ലാവർക്കും അമ്മമാരെന്ന് പറയുമ്പം ഒരു ചെറിയൊരു ജോൾട്ട് വരും അല്ലേ. ഓ, എൻ്റെ അമ്മ അങ്ങനെ വരും. ചിലർക്ക് അത് അത്ര സുഖകരമല്ലാത്തതുമായിട്ടുണ്ട് ആകാം അല്ലേ. ശ്രദ്ധിച്ചിട്ടില്ലേ, മക്കളെ അങ്ങ് ഇട്ടിട്ട് ഓടിപ്പോകുന്ന സ്ത്രീകളൊക്കെ ഇല്ലേ, അവരെങ്ങനെയാണ് ആ മക്കളെ സ്നേഹിക്കുക? പിന്നെ ബുദ്ധിമുട്ടാണ് അല്ലേ, വളരെ ബുദ്ധിമുട്ടാണ്. കുറച്ച് ടിൽറ്റ് ചെയ്തതാണ്. വളരെ ബുദ്ധിമുട്ടാണ് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു മക്കളെ ഇട്ടിട്ട് പോകാനായിട്ട്. ഇതെന്തിനാണ് ഞാൻ ഈ ബുക്കിനെ പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു ആളെന്നോട് വന്ന് ചോദിച്ചു, ഒരു അമ്മ വന്ന് എന്നോട് ചോദിച്ചു, എൻ്റെ മകള് പ്യൂബേർട്ടി അറ്റൻഡ് ചെയ്യുക, അപ്പോൾ 11 വയസ്സേ ഉള്ളൂ. സോ ഞാൻ എങ്ങനെയാണ് ചേച്ചി അത് പറയുക, എനിക്കറിയില്ല, ഏത് വാക്കുകളിൽ പറയണം. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ബുക്ക് വായിച്ചപ്പോൾ ഇതിനകത്തൊരു അങ്ങനെ ഒരു സന്ദർഭമുണ്ട്. നവരാത്രി കാലങ്ങളിൽ 9 പെൺകുട്ടികളെ നിരത്തിയിരുത്തി, അതായത് കുഞ്ഞു പെൺകുട്ടികളെ, 9 വയസ്സൊക്കെ ഉള്ള കുട്ടികളെ നിരത്തിയിരുത്തിയിട്ട് അവർ ഹൽവ അങ്ങനെ കുറേ സാധനങ്ങൾ കഴിക്കാൻ കൊടുക്കും അത്ര. അവർ 9ാമത്തെ ദിവസം ഒരു ആചാരം പോലെ. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പട്ടുപാവാടയൊക്കെ ഇട്ട് നല്ല ആഭരണങ്ങളൊക്കെ ഇട്ട് ഇവർ വന്നിരിക്കുവേ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അവർ സ്പെഷ്യലായിട്ട് തോന്നും അവർക്ക്. അപ്പോൾ ഒരു ദിവസം അതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടിക്ക് ഫസ്റ്റ് ടൈം പുവേർട്ടി വരികയാണ്. അപ്പോൾ ആ കുഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഉടുപ്പിലൊക്കെ കറയായിരിക്കുന്നു. അപ്പോൾ ഉടനെ പോയിട്ട് അവരുടെ അവിടെ ഇരുന്ന മുതിർന്ന സ്ത്രീകളൊക്കെ ചിരിക്കാൻ തുടങ്ങി. ഇനി മുതൽ നീ ഹോളിയൊന്നും അല്ല, നീ നിനക്ക് ഈ നവരാത്രി ഇതിലൊന്നും ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അമ്മ പറയും, പ്രസവിച്ച അമ്മ പറയും, അശോ അങ്ങനെ പറയാൻ പാടുണ്ടോ, ആ കുഞ്ഞായിട്ട് തന്നെ ഇരിക്കട്ടെ, മോള് അത് ഇവിടെ തന്നെ ഇരുന്നത് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ അമ്മയ്ക്ക് അത്രയും ബുദ്ധിയുണ്ട്. ഇതിനകത്തെ ഈ മായി എന്ന് പറയുന്ന കഥാപാത്രമാണ്. അപ്പോൾ അമ്മയോട് ചോദിക്കുകയാണ്, എന്താ അമ്മ ഇത് എന്ന് ചോദിക്കുമ്പോൾ ഒരൊറ്റ വാക്കിൽ അമ്മ പറയാണ്, നിനക്ക് ഇനി ഒരു അമ്മയാകാനുള്ള കപ്പാസിറ്റിയായി. യു ക്യാൻ മദർ എ ചൈൽഡ് നൗ ഓൺവേർഡ്സ്. അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് എന്താ മനസ്സിൽ പറയുന്നത്, അപ്പോൾ എനിക്കും ഇനി മായി ആകാൻ സാധിക്കും അല്ലേ എന്നാണ് കുട്ടിയുടെ മനസ്സിൽ. അതായത് അതിൻ്റെ അമ്മ ഭയങ്കര റിവേർഡ് ആയിരിക്കും, അതുകൊണ്ടാണ്. സോ ഇത് പറഞ്ഞേ ഉള്ളൂ. ഇന്ന് ഞാനത് റീൽ ചെയ്തപ്പോൾ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ ഇറ്റ് ഹിയർ ഓൾസോ ഇൻ യൂട്യൂബ്. മിനിമലിസം. അടുത്തത് മിനിമലിസത്തിൻ്റെ 9ാമത്തെ ദിവസം സക്സസ്ഫുള്ളായിട്ട് പോയിട്ടോ, ഒന്നും വാങ്ങിച്ചില്ല. ഞാനേ ഇന്ന് ഒരു മിനിമലിസം ചെയ്ത പരിപാടി നിങ്ങളോട് പറയട്ടെ. ഇന്നലെ ഉണ്ടാക്കിയ പുട്ട് ഫുള്ള് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു നനച്ചിട്ട്. പിന്നെ ഏത്തപ്പഴം പുഴുങ്ങിയതും ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, അതും ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അത് ഇന്ന് രാവിലെ അങ്ങ് എടുത്തിട്ട് പുട്ടിൻ്റെ ഇതില്ലല്ലോ, പുട്ടിൻ്റെ എന്താ പുട്ടുകുടത്തിൻ്റെ മുകളിൽ പുട്ടുകുറ്റിയിൽ കുറച്ച് പീര ഇട്ടിട്ട്, പിന്നെ ഈ പൊടിപ്പഴ ഇന്നലെ ഇരുന്നത് അത് ഇട്ടിട്ട്, പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഈ ഏത്തപ്പഴം നുറുക്കിയിട്ടു. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു. പിന്നെയും ഞാൻ പുട്ടുപൊടി ഇട്ടു. പിന്നെയും കുറച്ച് പീര ഇട്ടു. ഭയങ്കര രുചിയായിരുന്നു പുഴുങ്ങിയെടുത്തപ്പോൾ. എനിക്ക് ഭയങ്കര സന്തോഷവും. അല്ലെങ്കിൽ എന്താണെന്ന് ഞാൻ ചെയ്യണമെന്ന് പറയട്ടെ, സൺഡേ ഒക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ട്. ഇവിടെ ഒരു സുജാസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റിയാണ്. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെയുണ്ട്. നമ്മൾ കിടന്ന് കഷ്ടപ്പെടുക വേണ്ട. അപ്പവും മുട്ടക്കറിയൊക്കെ വാങ്ങിച്ചില്ല. അതാണ് ഇന്ന് ഞാൻ ചെയ്ത മിനിമലിസത്തിൽ. അപ്പോൾ സോ ദാറ്റ് ഈസ് റൗണ്ട്. ഇവിടെയല്ലേ ഭയങ്കര പൈസ കൂടുതലല്ലേ, കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും 50 dirhams സേവ് ചെയ്ത പോലെ ഐ ഫെൽറ്റ് നൈസ്. പിന്നെ ഉച്ചയ്ക്കൊക്കെ സാധാരണ പോലെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാറുണ്ട്, അത് കഴിച്ചു. ഇപ്പോൾ കെൻ ഹോണ്ട എന്ന് പറഞ്ഞിട്ട്, ഹാപ്പി മണീനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ, ഹാപ്പി മണി എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയ ഒരു ജാപ്പനീസ് സാമ്പത്തിക വിദഗ്ധനാണ്, ഫിനാൻസ് ഗുരു എന്ന് തന്നെ പറയാം. അദ്ദേഹം പറയുന്ന ചില പ്രിൻസിപ്പിൾസിൽ എൻ്റെ 1-2 ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒട്ടും തെറ്റല്ല, ഒരു തെറ്റുമില്ല അതിൽ. പക്ഷേ അതിനകത്ത് ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരണം. നമ്മൾ ഈ മിനിമലിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന തോട്ട്സിൽ ഒരെണ്ണമാണ് ഇത്. എല്ലാവർക്കും ഒരുപാട് പണം ഉണ്ടാവില്ല, പക്ഷേ ഉണ്ടാകാത്ത ആളുകളുണ്ടാകും. ചിലപ്പോൾ അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവർക്ക് ഇത്രയും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അത് തെറ്റല്ലല്ലോ. ഇപ്പോൾ 1 ലക്ഷം രൂപ ശമ്പളമുള്ള ആൾ നല്ല പോലെയൊക്കെ ചേർത്ത് വെച്ച് സുഖമായിട്ട് ജീവിക്കുന്നവർ അത് വേറെ ഉണ്ടാവും. പക്ഷേ ഈ 1 ലക്ഷം ശമ്പളം കിട്ടാത്ത ആൾക്കാർക്ക് 10 ഫ്രണ്ട്സ്, നല്ല ഉഗ്രൻ ഫ്രണ്ട്സ് 10 പേരുണ്ടെങ്കിൽ അത് മതി എന്നാണ് കെൻ ഹോണ്ട പറയുന്നത്. ഈവൻ ഇഫ് യു ഡോണ്ട് ഹാവ് എ ബിസിനസ് ഓർ എനിത്തിങ്, യു ആർ ബ്രോക്ക്, യു ഹാവ് റൂയിൻഡ് എവറിത്തിങ്. എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് കരകയറാൻ തലകുഞ്ഞിരിക്കുന്നവർക്ക് ആ നല്ല കാലങ്ങൾ ഉള്ള സമയങ്ങളിൽ അവർ
നല്ല 10 ഫ്രണ്ട്സിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മതിയെന്ന്. എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യണത് ഇങ്ങനെയാണ്. 10 ദിവസം നിങ്ങൾക്ക് റെൻറ്റ് കൊടുക്കാനൊന്നും പറ്റുന്നില്ലെങ്കിൽ യു ജസ്റ്റ് ഗീവ് അപ്പ് എവറിത്തിങ്. റെൻറ്റ്, അവിടെയുള്ള കുഞ്ഞു കലച്ചട്ടിയും പാത്രങ്ങളും എല്ലാം നിങ്ങൾക്ക് സ്വന്തം വീടുണ്ടെങ്കിൽ വേറെ വിഷയം. ഒന്നുമില്ലാത്തവരുടെ കാര്യമാണ്. ഒന്നുമില്ലാതെ ടോട്ടലി ബ്രോക്കായി പോയി വിചാരിക്കും ഒരാൾ. ജസ്റ്റ് ഇമാജിൻ. അപ്പോൾ ഒരു 10 ഫ്രണ്ട്സായിട്ട് നല്ല പ്രബലരായ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ ഓരോരുത്തരുടെയും വീട്ടിൽ നിങ്ങൾ ഒരു മാസം വെച്ച് തങ്ങിയാൽ പോരെ 10 മാസം അല്ലേ? അങ്ങനെ അത്ര നല്ല ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ദറ്റ് ഈസ് വാട്ട് ഹീ ഈസ് ടെല്ലിങ്. ഓക്കെ, അപ്പം നമ്മൾ ഈ 10 ഫ്രണ്ട്സ് എന്നുള്ളത് 20 ഫ്രണ്ട്സാക്കി മാറ്റുകയാണെങ്കിൽ 15 ദിവസം വെച്ചിട്ട് തങ്ങിയാൽ നമുക്ക് ഒരു വർഷം വാടക കൊടുക്കാതെ കഴിയാമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അപ്പൂപ്പൻ ഇൻ ദ സെൻസ് ഇങ്ങനെ നടക്കും അദ്ദേഹത്തിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ എല്ലാവരുമായിട്ട് നല്ല ഒരു ബ്രാഹ്മൺ ഒരു അപ്പൂപ്പനാണ്. സ്വാമി എന്നാണ് എല്ലാവരും വിളിക്കുക. ഓരോരോ സ്ഥലങ്ങളിൽ തീർത്ഥാടനത്തിന് പോകും. ആ പോകുന്ന സ്ഥലത്തെല്ലാം പുള്ളി ഒരു നല്ല ശ്ലോകങ്ങളും അതൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടെ കുറച്ച് ആൾക്കാരെ സമ്പാദിക്കും. അതിന് തിരിച്ച് പിന്നെയും ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ആ വരുന്ന വഴിക്കുള്ള ആളുകളുടെയൊക്കെ വീടുകളിൽ അവരിതേപോലെ അവരുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു 2-3 ദിവസമൊക്കെ താമസിച്ച് കുളിച്ച് പതുക്കെ അവിടെ നിന്ന് കുറച്ച് ചാപ്പാടൊക്കെ കഴിച്ച് അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള അമ്പലത്തിൽ കഴിച്ച് എൻ്റെ വീട്ടിൽ വരും കേട്ടോ. അപ്പോൾ അച്ഛന് വലിയ കാര്യമായി സ്വാമിയും. അപ്പോൾ വരുമ്പോൾ ഹാവൂ രാമചന്ദ്ര എന്ന് പറഞ്ഞിട്ടാണ് വരണേ. അവരങ്ങനെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ ആ പുള്ളീനെ പറയുന്നത് അച്ഛാ ഹാവു രാമചന്ദ്ര വന്നിട്ടുണ്ട് അങ്ങനെ പറയും. എന്താ വരൂ സ്വാമി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ അദ്ദേഹം കുളിക്കും. ഭക്ഷണം കഴിക്കാറുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പൈസ അച്ഛൻ കൊടുക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ വണ്ടിക്കൂലിക്ക് ഉണ്ടോ സാറേ എന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കും. അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്, നൊമാഡിക് പീപ്പിൾ കേട്ടോ. അന്ന് അവർക്ക് അവരെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. ബിക്കോസ് അവരുടെ ആ പെരുമാറ്റവും ആ സംസാരവും ആ ഒരു ഭവ്യതയൊക്കെ കാരണം അതേപോലെയും ചിലർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ തന്നെ ഇതിൽ ഒരാൾക്കൊരു ബിസിനസ് തുടങ്ങാനായിട്ട് സീഡ് മണി വേണം. വളരെ കുറച്ച് മതി. അയാളുടെ കയ്യിൽ പ്രബലരായിട്ടുള്ള 10-15 പേര് ഉണ്ട്. ചെറിയ ബിസിനസ്സായിട്ട് തുടങ്ങാൻ നോക്കുമ്പോൾ അതിനാവശ്യമുള്ള സീഡ് മണി ഒരേ ഒരാളിൽ നിന്നേ വാങ്ങിക്കാവുള്ളൂ. 10 പേരിൽ നിന്നും വാങ്ങിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട് 10 പേര് തരാനായിട്ട്. പക്ഷെ ചെറുതായിട്ട് ആദ്യം തുടങ്ങിയാൽ ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ ബിസിനസ്, അതെന്ത് ബിസിനസ് അപ്പോൾ തുടങ്ങാൻ പറ്റുക എന്നുള്ള അതേപോലത്തെ ചെറിയ എന്തെങ്കിലും 1 ലക്ഷം രൂപയുടെ ബിസിനസ് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിക്കണം. ഈ 10 ഫ്രണ്ട്സിൽ ഒരാളുടെ കയ്യിൽ. എന്നിട്ട് നിങ്ങൾ ആ ബിസിനസ് തുടങ്ങി നിങ്ങൾക്കൊരു 50,000 ഒരു തക്കാളി മേടിച്ച് മറിച്ച് വിൽക്കുന്ന ബിസിനസ്സോ പച്ചക്കറി മേടിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ് വിച്ച് യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് 1 lakh. അല്ലെങ്കിൽ ഒരു ചെറിയ മേക്കപ്പ് സാധനങ്ങൾ വിൽക്കണ ഈ നെയിൽ പോളിഷൊക്കെ പലതരത്തിലുള്ള വിൽക്കുന്ന ബിസിനസ്, അതിനൊക്കെ ലാഭം ഉണ്ടാക്കാമല്ലോ. അത് അങ്ങനെ ചെറുതായിട്ട് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് നിങ്ങൾക്കറിയാം ഇത് ഹോൾസെയിൽ കിട്ടുന്ന ഒരു സ്ഥലം അറിയാം നോർത്ത് ഇന്ത്യയിലെങ്കിൽ അവിടെ പോയി അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ കേരളത്തിലെ പല കടകളിൽ സപ്ലൈ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നു. ഞാനിപ്പം ഇന്ന ആൾക്ക് അതൊക്കെ ഞങ്ങളിങ്ങനെ ചെയ്യും, അതൊന്നും ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. ഐ എം ജസ്റ്റ് ടെല്ലിങ് ദ പ്രിൻസിപ്പിൾ. ഈ 1 ലക്ഷം രൂപയിൽ നിന്ന് നിങ്ങൾ 50,000 ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കും. ഇത് ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റോറിയാണ്. ആ 50,000 നിങ്ങൾ സ്പ്ലേജ് ചെയ്യരുത് കേട്ടോ. ആ 50,000-ൽ നിങ്ങൾ 25 മാറ്റിക്കൊള്ളണം എന്ന് വെച്ചാൽ സേവ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം സംവർ. ഇറ്റ് ക്യാൻ ബി ഇൻ എ ഷെയർ, ഇറ്റ് ക്യാൻ ബി ഇൻ ഏതാണ് നിങ്ങൾക്ക്, മേ ബി ഇറ്റ് ഈസ് ഇൻ എ ഗോൾഡ് കോയിൻ ഓർ സംതിങ് യു ഹാവ് ടു ഇൻവെസ്റ്റ്. സ്പ്ലേജ് ചെയ്ത് കളയരുത്. കാരണം ഈ 1 ലക്ഷം നിങ്ങൾക്ക് ഇനി കൊടുക്കാനുള്ളതാണ്. 1 മാസത്തെ സമയം അദ്ദേഹം തന്നിട്ടുള്ളൂ. കാരണം 2-3 മാസത്തേക്കൊക്കെ 3-4 മാസത്തേക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെ ഈ പണം ഇങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളും അവരും തമ്മിലുള്ള 20% ചിലപ്പോൾ തെറ്റും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അടുത്ത ആൾ 1 ലക്ഷം രൂപ അടുത്ത ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു അവരും തരുമോ? കാരണം നിങ്ങൾ ചോദിച്ചാൽ തരും, ബിക്കോസ് യു ആർ എ നൈസ് പേഴ്സൺ. അപ്പോൾ ആ പൈസ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തേക്കണം. അപ്പോൾ നിങ്ങൾക്ക് പക്ഷേ 25,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. 25,000 രൂപ നിങ്ങൾ ഓൾറെഡി മാറ്റിയിട്ടുണ്ട് സേവിങ്ങിന്. ദെൻ നിങ്ങൾ കുറച്ച് ഡൗൺ സൈസ് ചെയ്തിട്ടായിരിക്കണം പിന്നെ അടുത്ത നിങ്ങൾക്ക് 1 മാസം കൂടെ ലിവറേജ് കിട്ടും. കാരണം ഓൾറെഡി നിങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 1 മാസം ലിവറേജൊക്കെ ആ സപ്ലയേഴ്സ് തരും. ബിക്കോസ് യു ആർ എ ഗുഡ് ബിസിനസ് ലേഡി എന്നോ എന്തെങ്കിലും അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ. സോ അങ്ങനെ ആ ചെയിൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആ 1 ലക്ഷം രൂപ കിട്ടിയില്ലേ, ആ 1 ലക്ഷം രൂപ കിട്ടിയത് ഇവിടെ കൊടുക്കുന്നത് കാരണം ഇദ്ദേഹവും സമാധാനമായിട്ടിരിക്കും. അദ്ദേഹത്തിന് ആ 1 ലക്ഷം രൂപ
പിന്നത്തെ മാസം കൊടുത്താൽ മതി. വേണമെങ്കിൽ അവരുടെ അടുത്ത് ഒരു 2 മാസം പറഞ്ഞു വയ്ക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഈ ബിസിനസ് കുറച്ച് ഡൗൺ ആക്കി വെച്ചേക്കല്ലേ, നെക്സ്റ്റ് മന്ത് ഓൾസോ യു ടേക്ക് മണി ഫ്രം സംബഡി എൽസ്. അപ്പോൾ ഇയാൾ 2 മാസമല്ലേ പറഞ്ഞേക്കണേ, ആ 1 ലക്ഷം കൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുക. സോ യു വിൽ ബി അക്യുമുലേറ്റിംഗ് യുവർ ഈ 25,000 അപ്പോഴേക്കും 75,000. 2 മാസം ടൈം കിട്ടിയേക്കുന്ന ആളുടെ അടുത്ത് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പൈസ ആയി കഴിയും കേട്ടോ. അങ്ങനെ പ്ലാൻ ചെയ്തോളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യെസ്, ഇതിലൊരു പോയിന്റ് ഉണ്ട്, നിങ്ങൾക്ക് സ്പ്ലേജ് ചെയ്യാനേ പറ്റില്ല ഈ 10 മാസം. ഒന്ന് സ്പ്ലേജ് ചെയ്യരുത്, കാരണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടം തന്നേക്കുന്നവർക്ക് നിങ്ങളോട് ദേഷ്യം തോന്നും. ഇത് പച്ച പരമാർത്ഥമാണ് ഞാൻ പറയുന്നത്, അല്ലെന്ന് തോന്നുന്നുണ്ടോ? അതാരാണെങ്കിലും എത്ര ഇഷ്ടമുള്ളവരാണെങ്കിലും ദേഷ്യം തോന്നും കേട്ടോ. അപ്പം അതുകൊണ്ട് ആ 10 മാസത്തേക്ക് മതി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറയുന്ന ഈ മിനിമലിസത്തിൻ്റെ ഭാഗമാണ് അത്. 10 months നിങ്ങളൊന്ന് പിടിച്ച് ചിലവാക്കിക്കോളൂ. നിങ്ങളുടെ സീഡ് മണി വലുതായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ റോളിങ് ചെയ്യണത് 1 ലക്ഷം നിങ്ങൾ റോളിങ് ചെയ്യുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ. 10 ലക്ഷം റോൾ ചെയ്ത് കഴിഞ്ഞു 10 മാസം കഴിയുമ്പോഴേക്കും. പക്ഷേ 1 ലക്ഷമാണ് നിങ്ങളുടെ ആക്ച്വൽ കണക്ക്. ആലോചിച്ച് നോക്ക്, യു ആർ റോളിങ് ഓൺലി 1 lakh ആക്ച്വലി അവിടെ നിന്ന് വാങ്ങിച്ചു. പക്ഷേ ടൈം ഡ്യൂറേഷൻ മാത്രം കുറച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത്. അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ യു വിൽ ബിക്കം എ മാഗ്നറ്റ് കേട്ടോ. ഒരാൾ പറഞ്ഞു എനിക്ക് 1 കോടി രൂപ കടമുണ്ടെന്ന് പറഞ്ഞേ, ഒരു സാമ്പത്തിക വിദഗ്ധൻ്റെ അടുത്ത്. അപ്പോൾ ആ 1 കോടി രൂപ ഞാൻ എങ്ങനെയാണ് ചേട്ടാ വീട്ടാൻ പറ്റുക, എല്ലാം പൊളിഞ്ഞു നിൽക്കുക. നിങ്ങൾ ആ 1 കോടി രൂപയായിട്ട് ചിന്തിക്കാതിരിക്കൂ. നിങ്ങൾ ചിന്തിക്കേണ്ടത് 1 വർഷത്തേക്ക് അത് ഡിവൈഡ് ചെയ്യും. ഓരോ വർഷത്തേക്കാവുമെന്ന് പറയുമ്പോൾ 10 വർഷം കൊണ്ടാണ് നിങ്ങൾ ആ 1 കോടി കൊടുത്തു തീർക്കാനായിട്ട് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് 40 വയസ്സ്, 10 വർഷം കൊണ്ട് അപ്പോൾ കുറച്ച് കുഴപ്പമില്ല, 10 ലക്ഷം ഉണ്ടാക്കാനല്ലേ. അപ്പോൾ ഈ 10 ലക്ഷത്തിന് നിങ്ങൾ പിന്നെയും ഡിവൈഡ് ചെയ്യൂ, 12 മാസം കൊണ്ട് ഡിവൈഡ് ചെയ്യൂ. എത്രയാണെന്ന് വെച്ചാൽ എമൗണ്ട് എത്രയായിരിക്കും? 12 മാസം, എനിക്ക് തെറ്റിച്ച് കണക്ക് പറയണ്ട. പക്ഷേ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ പിന്നെ ഓരോ മാസത്തേക്കാക്കൂ. അങ്ങനെ ചെയ്ത് പിന്നെ 1 ദിവസത്തേക്കാക്കൂ. ആ എമൗണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ട് ഞാൻ പറയട്ടോ. 3300 സംതിങ് ആണ് ഒരു ദിവസം നിങ്ങൾ മാറ്റി വെക്കേണ്ടത് 10 വർഷത്തോളം. ആ 3333 മതി നിങ്ങൾക്ക് ആ കടം വീട്ടാനായിട്ട്. അപ്പോൾ അത് ഇൻവെസ്റ്റും കൂടെ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? നിങ്ങൾ അതേസമയം ഈ കടവും വെച്ചിട്ട് പിന്നെയും നിങ്ങൾ 10,000 കണക്കിന് ചിലവഴിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ അറിയില്ല, കോമ്പൗണ്ടഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ കടം, ഇല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പോൾ കോമ്പൗണ്ടഡ് ആയിട്ട് നിങ്ങളുടെ കടം വളരെയും അരുത്, നിങ്ങളുടെ പണം വളരുകയും വേണമെങ്കിൽ ഈ 3330 രൂപ ആ ഒരു എമൗണ്ടിൻ്റെ അടുത്ത് വരും. 10 വർഷത്തേക്ക് നിങ്ങൾ സേവ് ചെയ്യുകയാണെങ്കിൽ ദിവസവും, അതായത് ദിവസ വരുമാനം കിട്ടുന്ന പലരും ഉണ്ടാവില്ലേ, ഹോട്ടൽ ബിസിനസ് നടത്തുന്നവരൊക്കെ, ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻസൈഡ് ഒരു പിഗി ബാങ്ക് പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസ ചിട്ടി നടത്തുന്ന ആൾക്കാരുടെ അടുത്തോ സംവെയർ നിങ്ങൾക്ക് ആ പണം ഇല്ല, ആ 3330 നിങ്ങൾ സമ്പാദിച്ചിട്ടില്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിച്ച് നോക്കൂ. നിങ്ങൾ ആ 1 കോടിയാണ് നിങ്ങളുടെ കടമെങ്കിൽ അതിന് മുമ്പേ, വളരെ മുമ്പേ നിങ്ങളത് കെട്ടിക്കഴിഞ്ഞാണ് കേട്ടോ. സോ ഇതൊന്ന് മനസ്സിൽ വെച്ചോളൂ. നമ്മൾക്ക് 1 കോടിയൊന്നും ഇപ്പം സാധാരണക്കാർക്ക് കടം വരേണ്ട ആവശ്യമില്ല. ബിസിനസ് ചെയ്യണവർക്കൊക്കെ ആയിരിക്കും വരാം. 30 ലക്ഷത്തിനെ ഡിവൈഡ് ചെയ്ത് വെച്ച് നോക്കൂ. സോ 30 ലക്ഷം ഈ പറഞ്ഞ 50 ലക്ഷം ആണെങ്കിൽ തന്നെ 3300 1750 വരുള്ളൂ 50 ലക്ഷം കടമുള്ളവർക്ക്. അത് മാറ്റി വെച്ച് നോക്കൂ. 10 കൊല്ലം എന്നുള്ളതൊരു ഡ്യൂറേഷൻ നമ്മൾ മനസ്സിലല്ലേ കണ്ടിരിക്കണേ. അപ്പം അതിന് മുമ്പേ അത് തീരും, ഇല്ലേ? ഇതൊക്കെയാണ് പണത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് ഞാൻ പഠിച്ചത്. വളരെ പല രീതിയിൽ പറയുന്നതുകൊണ്ട് ചിലപ്പം എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയും വേറെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കുമായിട്ട്, എന്തെങ്കിലും അല്ല പണം സംബന്ധമായിട്ട് എന്തെങ്കിലും വരും കേട്ടോ. പിന്നെ സ്ത്രീകൾക്കാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ പൈസ കൂടുതലും സൂക്ഷിക്കാനും ഇങ്ങനെ തിരിമറികൾ ചെയ്ത് കൊണ്ടു നടക്കാനും ഒക്കെ ഉള്ള സാമർഥ്യം. ആണുങ്ങൾക്കല്ല, അത് കൂടുതലും സ്ത്രീകൾക്ക് തന്നെയാണ്, അല്ലേ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? സ്ത്രീകൾ തന്നെയാണ് കൂടുതൽ ചിലവാക്കുകയും ചെയ്യുക. അപ്പോൾ സ്ത്രീകളുടെ മനസ്സിൽ തന്നെ ആയിരിക്കണം ഈ സമ്പാദ്യശീലവും കൊടുക്കേണ്ടത്. അപ്പോൾ അവർ ചിലവാക്കൽ ഇത്തിരി ചെറുതാക്കിയിട്ട് കൊടുക്കും. പിന്നെ നമുക്കൊന്ന് അയച്ചു വിടാം കുറച്ച് നാളത്തേക്ക്, കുറച്ച് നാൾ പിടിക്കുക. ഓക്കെ, സീ യു ടുമോറോ. ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.